നിതംബത്തിന്റെ ഒരു വശത്ത് നിന്ന് കാലിലേക്ക് വേദന ഇറങ്ങാറുണ്ടോ? കുറച്ചു നേരം ഇരുന്നാൽ വേദന അനുഭവപ്പെടാറുണ്ടോ? കാറിൽ യാത്ര ചെയ്താലും അല്ലെങ്കിൽ ബാക്ക് പോക്കറ്റിൽ പേഴ്സ് വച്ചിരുന്നാലും വേദന അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ പലരും ഇത് സയാറ്റിക്കയാണെന്ന് കരുതാം. പക്ഷേ ചിലപ്പോൾ ഇത് പിരിഫോമിസ് സിൻഡ്രോം എന്ന അവസ്ഥയാകാം. എന്താണ് പിരിഫോമിസ് സിൻഡ്രോം? അതെങ്ങനെ തിരിച്ചറിയാം? പറഞ്ഞുതരാം. പിരിഫോമിസ് സിൻഡ്രോം എന്നത് നിതംബത്തിനുള്ളിലെ പിരിഫോമിസ് മസിൽ വീർക്കുകയോ മുറുകുകയോ ചെയ്യുന്നതിനാൽ അതിന് സമീപത്തോ താഴെയോ ഉള്ള സയാറ്റിക് നെർവിന് സമ്മർദ്ദം അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് നിതംബത്തിൽ നിന്ന് തുടയുടെ പുറകിലേക്കും ചിലപ്പോൾ കാലിലേക്ക് തന്നെയും വേദന, മരവിപ്പ്, തരിപ്പ് മുതലായവ അനുഭവപ്പെടുന്നത്. പലരും ഇത് ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ സയാറ്റിക്കയാണെന്ന് കരുതാം. പക്ഷേ കാലിലേക്ക് വരുന്ന എല്ലാ വേദനകളും ഡിസ്കിന്റെ പ്രശ്നം കൊണ്ടാവണമെന്നില്ല. പിരിഫോമിസ് സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായി നിതംബത്തിന്റെ ഒരു വശത്താണ് വേദന അനുഭവപ്പെടാറുള്ളത്. കുറച്ചു നേരം ഇരിക്കുക, കാറിൽ ദീർഘദൂരം യാത്ര ചെയ്യുക, പടികൾ കയറുക, സ്ക്വാറ്റ് ചെയ്യുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഈ വേദന അനുഭവപ്പെടാം. ചിലർക്കാകട്ടെ കാല് പിന്നിലേക്ക് വലിക്കുന്ന പോലുള്ള വേദന, മരവിപ്പ്, തരിപ്പ് ഇവയൊക്കെ അനുഭവപ്പെടാറുണ്ട്. ആർക്കൊക്കെയാണ് ഇത് വരാൻ കൂടുതൽ സാധ്യത? ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, അതായത് ഡ്രൈവേഴ്സ് മുതലായവർ, ജിമ്മിൽ പോകുന്നവർ, റണ്ണേഴ്സ്, സൈക്ലിംഗ് ചെയ്യുന്നവർ, ഹിപ്പിന് ഇഞ്ചുറി ഉണ്ടായവർ, ഇവരിലെല്ലാം ഇത് കൂടുതലായി കാണപ്പെടുന്നു. ചികിത്സ എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത്? പിരിഫോമിസ് സിൻഡ്രോം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ മസിൽ ടൈറ്റ്നസ് കുറയ്ക്കാനും സയാറ്റിക് നെർവിന്റെ സമ്മർദ്ദം കുറയ്ക്കാനും കാലിലേക്കുള്ള ലക്ഷണങ്ങളും വേദനയും മെച്ചപ്പെടുത്താനും സാധിക്കും. പക്ഷേ ഇത് ഡിസ്ക് ബൾജ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിച്ചാൽ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ബുദ്ധിമുട്ടായി മാറാം. പിരിഫോമിസ് മസിൽ, സ്പൈൻ, ഹിപ്പ് ജോയിന്റ്, സാക്രോയിലിയാക് ജോയിന്റ്, ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഇവയ്ക്ക് പുറമെ MRI മുതലായ പരിശോധനകളും ഒരുമിച്ച് വിലയിരുത്തിയ ശേഷമാണ് യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സ നിശ്ചയിക്കുന്നത്. കാരണം ചികിത്സയുടെ ലക്ഷ്യം വേദന കുറയ്ക്കൽ മാത്രമല്ല, ആ രോഗത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ആ രോഗിയിൽ വീണ്ടും വരാതിരിക്കാൻ സഹായിക്കുകയും രോഗിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിതംബത്തിൽ നിന്ന് കാലിലേക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടോ? കമന്റ് ചെയ്യൂ. സ്പൈൻ, ജോയിന്റ്, സയാറ്റിക്ക, പിരിഫോമിസ് സിൻഡ്രോം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ.